നമസ്കാരം. മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പേരാമ്പ്ര ഉള്ളിയേരി സംസ്ഥാന പാതയിൽ ചാലിക്കരയിൽ റോഡിലെ കുഴി അപകട ഭീഷണിയും സമീപ വീടുകളിലുള്ളവർക്ക് പൊടിശല്യവും രൂക്ഷമായി. പാറപ്പൊടിയും മെറ്റലും ഉപയോഗിച്ച് കുഴി അടയ്ക്കാനെത്തിയവരെ നാട്ടുകാർ തടഞ്ഞു. പേരാമ്പ്ര വെള്ളിയൂർ സ്റ്റേറ്റ് ഹൈവേ ചാലിക്കരയിൽ മഴ കഴിഞ്ഞിട്ടും റോഡിലെ കുഴിയിൽ പാറപ്പൊടിയും മെറ്റലും ഇട്ട് കുഴി അടക്കുന്നത് നാട്ടുകാർ തടഞ്ഞു. മഴയായാൽ ചളിക്കുളവും വേനലായാൽ പൊടിയും മൂലം റോഡരികിലെ വീട്ടുകാരും കച്ചവടക്കാരും ദുരിതത്തിലാണെന്ന് സമീപവാസികൾ പറഞ്ഞു. എല്ലാം വൃത്തിയാക്കാണ്, ഫുള്ള് പൊടിയാണ്. 3 പ്രാവശ്യം 4 പ്രാവശ്യം ചെയ്തു. എന്നിട്ട് ഒരു കെമിക്കൽ പോളിഷ് അടിച്ചിട്ട് പോവുക, ഒരു മഴ പെയ്യുമ്പോൾ കംപ്ലീറ്റ് പോവുക, വീണ്ടും പൊടി കംപ്ലീറ്റ് വീട്ടിലേക്ക് കയറുകയാണ്. ഇവിടെ പുറത്തിരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. മഴ തുടങ്ങിയതോടെ 6 പ്രാവശ്യമാണ് ഇവിടെ കുഴിയടച്ചത്. ആവശ്യത്തിനുള്ള മെറ്റലും ടാറും ചേർക്കാതെ അശാസ്ത്രീയമായാണ് കുഴിയടച്ചതെന്ന് INL മണ്ഡലം ഭാരവാഹി PP മുഹമ്മദ് ചാലിക്കര അഭിപ്രായപ്പെട്ടു. ചാലിക്കര ഈ റോഡിൻ്റെ അവസ്ഥ എല്ലാവർക്കും അറിയാവുന്നതാണ്. കഴിഞ്ഞ 6 മാസമായി ഈ റോഡ് വളരെ ശോചനീയമായ രൂപത്തിലാണുള്ളത്. ഈ കുറ്റ്യാടി കോഴിക്കോട് പാതയിൽ എന്നും ഒരു ശാപം മോശമാണ് ഈ ചാലിക്കരയിലെ ഈ ഒലിവിയ ഹോട്ടലിൻ്റെ മുമ്പിലുള്ളത്. 6 മാസം മുമ്പ് വലിയൊരു ഗർത്തങ്ങളൊക്കെ ഉണ്ടായിട്ട് അത് നിരന്തരമായിട്ട് ബന്ധപ്പെട്ട അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയ സമയത്ത് മഴക്കാലം കഴിയാതെ യാതൊന്നും ചെയ്യാൻ കഴിയില്ല എന്നാണ് പറഞ്ഞത്. അതിനുശേഷം ഇതിൻ്റെ ഊരാളെങ്കിലാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അവർ വന്ന് ഈ ടാറിങ് നടത്തി. അപ്പോൾ 1 പ്രാവശ്യം നടത്തി, 2 പ്രാവശ്യം നടത്തി, 3ാമത്തെ പ്രാവശ്യം നടത്തി. അപ്പോൾ അവരെന്താ ചെയ്യുന്നത് വെച്ചാൽ അടിയിൽ കുറച്ച് പൊടി ഇട്ടിട്ട്, പാറപ്പൊടി ഇട്ടിട്ട് അതിൻ്റെ മേലെ കുറച്ച് മെറ്റലിട്ട് കുറച്ച് പേസ്റ്റും വരട്ടി അവർ പോകും. അവരങ്ങ് ഇവിടെ നിന്ന് പോയി അവരെ ഓഫീസിലെത്തുന്ന സമയം കൊണ്ട് ഇത് വീണ്ടും ഈ ഒരു പഴയ ഒരു അവസ്ഥയിലേക്കാണ് വരുന്നത്. ഇങ്ങനെ വളരെ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഒരു ആംബുലൻസ് പോകാൻ കഴിയുന്നില്ല, ഒരു മോട്ടോർ സൈക്കിളിൽ യാത്ര ചെയ്യാൻ കഴിയുന്നില്ല. ഇതിൻ്റെ ചുറ്റുവട്ടത്തുള്ള വീടുകൾ നിങ്ങൾക്ക് ക്യാമറ ഇരുവശങ്ങളിലേക്കും തിരിച്ചാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. ക്യാമറ തിരിച്ചാൽ കഴിയും. നിരന്തരമായിട്ട് ബുദ്ധിമുട്ടും പ്രയാസങ്ങളും അനുഭവിക്കുന്ന ആളുകളാണ് ഇവിടെ ഉള്ളത്. അതിലൊക്കെ കൂടുതലുള്ളത് നമ്മുടെ വാഹനമാണ്. മോട്ടോർ സൈക്കിളിൽ പോകുന്നതും ആംബുലൻസിൽ പോകുന്നതും പിന്നെ ലോറി പോകുന്നത്, കാറ് പോകുന്നത് എങ്ങനെ പറയണമെന്ന് കഴിയില്ല. അത്രയും ദുർഘടമായ ഒരവസ്ഥയിലാണ് നമ്മുടെ റോഡുള്ളത്. ഇത് ബന്ധപ്പെട്ട അധികാരികൾ ഇതിന് വേണ്ടപ്പെട്ട ഉടനടി കൃത്യമായ നടപടി സ്വീകരിക്കണം. കഴിഞ്ഞ ദിവസം ഇവിടെയുള്ള പൊതുജനങ്ങൾ, നാട്ടുകാർ അവരാണ് ഈ വർക്ക് തടഞ്ഞതാണ്, അവരെ തിരിച്ചയച്ചതാണ്. ഈ രൂപത്തിലുള്ള വർക്ക് നടത്തി കഴിഞ്ഞാൽ നമ്മുടെ റോഡ് വീണ്ടും നിങ്ങൾ നാളെ മറ്റന്നാൾ തന്നെ വീണ്ടും വരണം. അതുകൊണ്ട് ഈ ഒരു അവസ്ഥയിൽ നിങ്ങൾ ഇങ്ങനെ പണിയെടുക്കേണ്ട. ഇതിൻ്റെ ശാശ്വതമായ രൂപത്തിലുള്ള ഒരു പണിയാണ്, ഒരു വർക്കാണ് ഇവിടെ നടത്തേണ്ടത് എന്നൊക്കെ നാട്ടുകാർ പറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് അവർ തിരിച്ചു പോകാനുണ്ടായത്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട അധികാരികൾ അതിന് വേണ്ടപ്പെട്ട നടപടികൾ സ്വീകരിക്കണം. അതിന് ശാശ്വതമായൊരു പരിഹാരം ഉണ്ടാക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഞങ്ങൾക്ക് ഈ വിഷയത്തിൽ INL പറയാനുള്ളത്, INL പേരാമ്പ്ര നിയോജകമണ്ഡലം കമ്മിറ്റി തന്നെ പറയുന്നു, ബന്ധപ്പെട്ട അധികാരികളോട് ബഹുമാനപൂർവ്വം പറയുന്നു, ഇതിന് ശാശ്വതമായൊരു പരിഹാരം എത്രയും പെട്ടെന്ന് ഉണ്ടാക്കി തരണം. ഈ വീടുകളിലൊക്കെ താമസിക്കുന്ന ആളുകൾക്ക് പ്രയാസം ഉണ്ടാകുന്ന രൂപത്തിലുള്ള ഈ ഒരു അവസ്ഥ ഇതൊന്ന് മാറിക്കിട്ടണം. ഇതുമൂലം ദിശ മാറി വരുന്ന വാഹനങ്ങളും ഇവിടെ അപകടത്തിൽപ്പെടുന്നത് സർവ്വസാധാരണമാണ്. നിരവധി തവണ അധികൃതരെ അറിയിച്ചെങ്കിലും യാതൊരു നടപടിയും സ്വീകരിച്ചില്ലെന്ന് കച്ചവടക്കാർ പറഞ്ഞു. എന്താ വെച്ചാൽ ഞാനൊക്കെ കച്ചവടക്കാരാ. അപ്പോൾ ഒന്ന് ഹോട്ടൽ ലൈവായിട്ട് പൊടി ഇങ്ങനെ കയറുക, പിന്നെ ബേക്കറി, അങ്ങോട്ട് ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു സ്ഥിതി എന്താ വെച്ചാൽ ഞാനിപ്പോൾ ഇവിടെ സ്ഥാപനം തുടങ്ങിയിട്ട് 3 മാസമായി. 3 മാസത്തിനിടയ്ക്ക് 3 തവണ ഇവർ പേച്ച് വർക്ക് നടത്തി. അതിന് മുമ്പ് ഒരു 3 തവണ നടത്തിക്കുന്നത്. ഇത് മൊത്തം നോക്കി നിങ്ങൾ ജനവാസ കേന്ദ്ര ഇവിടുത്തെ സ്ഥിതി തന്നെ കുട്ടികളെ മുഴുവൻ ആത്തിട്ടടിക്കുന്ന സ്ഥിതിയാണ്. ഒരു വാഹനം പോകുമ്പോൾ ഒരു വെടിക്കെട്ട് നടന്ന സ്ഥലം പോലെയാണ്, ഒന്നിച്ച് പുകയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഇവർ വന്നിട്ട് ഊരാളിങ്ങളുടെ ഒരു വണ്ടി അവിടെ വന്ന് നിർത്തിയേ. അപ്പോൾ അവരെന്ത് ചെയ്തിച്ചാൽ പേച്ച് വർക്ക് നടത്തി. അന്ന് ഒരു ലോഡ് പാറപ്പോയി കംപ്ലീറ്റ് കൊണ്ട് വെതറി. അത് 2 ദിവസമായിട്ട് പാറി തീർന്നു. അവരങ്ങ് ഏകദേശം അങ്ങ് എത്തുമ്പോഴേക്ക് വീണ്ടും ഇവിടെ പൊളിയാൻ തുടങ്ങി. ഇവർ ടാറ് ചെയ്യല്ല ചെയ്യുന്നത്, ഇവർ പേസ്റ്റ് കൊണ്ട് അടിച്ചിട്ട് അതിൻ്റെ മുകളിൽ മെറ്റൽ വാരിയില്ല. കഴിഞ്ഞ ദിവസം രാവിലെ വണ്ടി വന്ന് ഈ സൈഡിൽ കാണുന്ന മെറ്റൽ അത് അങ്ങോട്ട് നോക്കിയാൽ കാണാം. ആ മെറ്റൽ തീർത്ത് പുതിയത് വാരിയില്ല. ഒരു സാങ്കേതിക കാര്യങ്ങളൊന്നും ചെയ്യാണ്ട് വാരിയില്ല. അപ്പം ഞാൻ പറഞ്ഞത് ഇങ്ങനെ ശരിയല്ല. കാരണം ഇത് നിങ്ങളങ്ങ് പേരാമ്പ്ര എത്തുമ്പോഴേക്ക് എന്താ വെച്ചാൽ വീണ്ടും വെയിലടച്ചിട്ട് പൊടി പാറുന്ന സ്ഥിതിയാണ്. ഇനി നമുക്ക് ആവശ്യമായിട്ട് ഒരു ശാശ്വതമായ പരിഹാരം വേണ്ടി. അപ്പോൾ ഇത് വകുപ്പ് മന്ത്രിയൊന്നും ഇത് അറിയില്ല. ഞാൻ കഴിഞ്ഞ ദിവസം തന്നെ ഓഫീസുകാർ ബന്ധപ്പെട്ടപ്പോൾ ഇവിടെ മുഹമ്മദ് ഓഫീസുകാർ ബന്ധപ്പെട്ട സമയത്ത് ഫോൺ എടുക്കാത്ത സ്ഥിതിയാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഇനി ശാശ്വതമായ പരിഹാരം 6 തവണയൊക്കെ ഒരു സ്ഥലത്ത്, ഇപ്പോൾ കുറ്റ്യാടി മുതൽ കോഴിക്കോട് വരെ നോക്കിയാൽ ഞങ്ങൾക്കറിയാം. അവർ പറയുന്ന സാങ്കേതികത മര എന്നാണ്. ഈ മഴ പെയ്യുന്നേരോ
പിന്നെ ഈ റോഡ് പൊളിയുന്ന സ്ഥിതി വെച്ചാൽ അതിന് സാങ്കേതിക വിദ്യ എന്തെല്ലാം ഉണ്ട് അതൊന്നും ചെയ്യാണ്ട് ഇപ്പോൾ 6 തവണയായിട്ട് ഇതിപ്പോൾ ഇങ്ങനെ പിന്നെ റീചാർജ് കണ്ടീഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനൊരു ശാശ്വതമായ പരിഹാരം നമുക്ക് ആവശ്യം. അത് വകുപ്പ് തലത്തിൽ അറിയിക്കാൻ വേണ്ട കാര്യങ്ങൾ ചെയ്യാം. കാരണം പരിസരത്തുള്ള കംപ്ലീറ്റ് വീട്ടുകാർക്ക് പൊടിഞ്ഞ് കഴിയുന്ന നിരവധി അപകട മരണങ്ങൾ സംഭവിച്ച സ്ഥലം കൂടിയാണ് ഇവിടെ. പാറപ്പൊടിയും മെറ്റലും ഉപയോഗിച്ച് കുഴിയടക്കാൻ സമ്മതിക്കില്ലെന്നും ടാർ ഉപയോഗിച്ച് പാച്ച് വർക്ക് നടത്തണമെന്നുമാണ് യാത്രക്കാരുടെയും സമീപവാസികളുടെയും ആവശ്യം. പൊടി മെനക്കേട്ട് മൂക്കിലേക്ക് പാറിയിട്ട് പണിയെടുക്കാണ്ടിട്ട് ഇരിക്കാനും പറ്റിയല്ല. പൊടി അങ്ങനെ പോയി വിടുക. പിന്നെന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ഞങ്ങളോട് സിമെൻറ്റ് അതിന് സിമെൻറ്റും ഇല്ല, പിന്നെ ടാറും ഇല്ല. 3 മാസം കൂടുമ്പോൾ അങ്ങനെ ഇടും, അതങ്ങ് പാറിപ്പോകും. 3 മാസം കൂടി ഇവിടെ മെനക്കേട്ട് പണിയാണ്. അത് ജനങ്ങൾക്കൊരു ഉപകാരമില്ല. ന്യൂസ് ബ്യൂറോ, മീഡിയ വിഷൻ.